അതെ, ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഏലാഞ്ചി റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പം ഇങ്ങനെ നമുക്ക് തുടങ്ങിയാലോ? അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഞാൻ കപ്പളവിൽ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഒരു കപ്പ് മൈദ, ഒരു കോഴിമുട്ട, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു തിൻ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, തിക്കല്ല. പക്ഷേ എൻ്റെത് കുറച്ച് അധികം തിന്നായിട്ടുണ്ടോ എന്നൊരു സംശയം. ഇനി ഞാനിവിടെ 3 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കുക. പിന്നെ കുറച്ച് തേങ്ങയും എടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. അതിന് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലാഞ്ചി കൊണ്ട് ഏലക്ക നിർബന്ധമാണല്ലോ. ഒരു 3-4 ഏലക്കായ എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് പാകത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അത് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അതിനകത്ത് ഉടഞ്ഞു പോവും. ഇനി നമുക്ക് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ഇതേപോലെ നമുക്ക് നമ്മളെ ബാറ്റർ റെഡിയാക്കിയില്ലേ, ഇതുപോലെ ഒരു ദോശ പരുവത്തിൽ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. എന്നിട്ട് അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ചൂടോടെ തന്നെ നമ്മൾ ഈ പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ, അധികം പണിയൊന്നുമില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയൂ കേട്ടോ.